ശ്രീ JS അഖിൽ ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ കോൺഗ്രസിന് നേരെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു സമയമാണ്. പുതിയ KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഒരു വശത്ത്, മറുവശത്ത് കേരളത്തിലെ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ചോദ്യമില്ല എന്ന് പറയാൻ സാധിക്കുമോ? കോൺഗ്രസിനകത്ത് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഗവൺമെന്റിനെ അധികാരത്തിലായിട്ടിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കാത്തുരക്ഷിക്കുക എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. 2 മാസത്തിലേക്ക് കടക്കുന്നു ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട്. ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടീസ്, ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന അവരുടെ തനത് വിഷയങ്ങളിനകത്ത് അവരുടെ കാര്യങ്ങളിലേക്കുള്ള ഇടപെടൽ ആത്മാർത്ഥമായി ഈ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളെ ഓരോന്നായിട്ട് ചെയ്ത് അവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന അതനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റായി മാറുക എന്നുള്ള ഉത്തമ ഉദാഹരണത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ബോധ്യമുണ്ട് അതെങ്ങനെ വേണമെന്നുള്ള കാര്യത്തിനകത്ത്, ജനങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ള കാര്യത്തിന്. ഞങ്ങളിപ്പോൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരുന്നു. ഈ ഗവൺമെൻറ് അധികാരത്തിലേറി ആദ്യത്തെ 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ ഗവൺമെൻറ് വിപ്ലവകരമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ പ്രീ ബഡ്ജറ്റിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്താണ് ജനങ്ങളുടെ ആവശ്യം എന്നുള്ളത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ ബഡ്ജറ്റിനകത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇനിയുള്ള കാര്യങ്ങളാണെങ്കിലും പ്രിയപ്പെട്ട ആങ്കർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ആവശ്യകതകളാണുള്ളത്, എന്തൊക്കെ തരത്തിലാണ് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്, ജനങ്ങളുടെ ഓരോ മേഖലയിൽ, ഇപ്പോൾ തൊഴിലാളികളാകട്ടെ വിദ്യാർത്ഥികളാകട്ടെ, അത്തരത്തിൽ ഓരോ മേഖലയിൽ ഓരോരുത്തർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം പ്രയാസങ്ങളും അവരുടെ പ്രയാസങ്ങളും യാതനകളും മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ തരത്തിൽ അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടണമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളൊരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കൃത്യമായ ബോധ്യവും ലക്ഷ്യവും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള കൂട്ടായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് അധികാരത്തിലേറി വരുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണം പറയുന്ന രീതിയൊക്കെ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ് ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് തന്നെ പലതരത്തിലുള്ള ആവശ്യക്കാരുണ്ടാവും, പാർട്ടിക്കകത്ത് തന്നെ പലതരത്തിലുള്ള താല്പര്യമുള്ളവരുണ്ടാവും. ചില കാര്യങ്ങൾക്ക്, ചില ആളുകൾക്ക് ചില പോസ്റ്റുകളോട് താല്പര്യം ഉണ്ടാവും, ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതെല്ലാം കേൾക്കാൻ പറ്റുന്ന ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസിനകത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. നിങ്ങളിവിടെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചതല്ലേ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹം പറയുന്നതല്ലാതെ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളല്ലാതെ അതിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പാർട്ടിയുടെ സെക്രട്ടറിക്കോ പാർട്ടിക്കകത്തുള്ള ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗത്തിനോ കഴിഞ്ഞിരുന്നോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞ 10 വർഷക്കാലം. പക്ഷേ നിങ്ങൾ എന്താ കോൺഗ്രസിൻ്റെ വ്യത്യാസം? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ അധ്യക്ഷനായ ഒരാളുണ്ടെങ്കിൽ പോലും ആ KPCC അധ്യക്ഷൻ്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായമുള്ള KPCC ഭാരവാഹികളോ അല്ലെങ്കിൽ DCC പ്രസിഡന്റുമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അവരുടെ തീരുമാനങ്ങൾ പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള, ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനകത്ത് ഓരോ ആളുകളുടെ അഭിപ്രായം പറയും. ഇപ്പോൾ ഞാനിപ്പോൾ നിലവിൽ KPCC മെമ്പറാണ്. ഞാൻ KPCC മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റേതായ അഭിപ്രായം പറയാൻ കഴിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ പ്രസിഡന്റ് പോക്കറ്റിൽ ഇട്ട് വരുന്ന കത്ത് വായിച്ച് പോകുന്ന ആ ഒരു രീതി, അതല്ലെങ്കിൽ അതെല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്ന രീതി അല്ല ഒരിക്കലും ഉള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് പാർട്ടിയുടെ KPCC പ്രസിഡന്റ് പോലും പ്രഖ്യാപിക്കുന്ന കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താൻ കഴിയുന്നൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വിരുദ്ധമായ ഒരു നിലപാട് പാർട്ടിക്കുണ്ടെങ്കിൽ ആ പാർട്ടി കോറത്തിനകത്ത് കൃത്യമായി സംസാരിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണെങ്കിലും പാർട്ടിയുടെ പ്രസിഡന്റ് ആണെങ്കിലും പാർട്ടിയുടെ AICCയുടെ പ്രസിഡന്റ് ആണെങ്കിലും തിരുത്താനും അതിനകത്ത് വ്യക്തിപരമായി നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചുള്ള മറുപടി പറയാനും അഭിപ്രായം രേഖപ്പെടുത്താനും കഴിവുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അവിടെയാണ് ഒരു ജനാധിപത്യ ശൈലി യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ചിലപ്പോൾ അഭിപ്രായ സമന്വയങ്ങളുണ്ടാവും. അപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്?
ഒരു ചർച്ചയിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ഘട്ടത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലല്ലേ അഭിപ്രായ സമന്വയത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിൻ്റെ ചർച്ച ഒരുമിച്ച് കൊണ്ടുപോവുകയും ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന വാഗ്വാദങ്ങൾക്ക് ഒടുവിൽ ആ ഒരു കൂട്ടായി എടുക്കുന്ന തീരുമാനത്തിലേക്ക് പോകുമ്പോൾ എന്ത് മനോഹരമായിരിക്കും അത്തരം തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ അത്തരത്തിൽ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാകുമ്പോൾ ഞങ്ങളുടെ ചർച്ചകൾ അത് വിപുലപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള പ്ലാറ്റ്ഫോമുകളായി മാറ്റാനേ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്.